പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CPM നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുധാകരൻ. തന്നെ കൈകാര്യം ചെയ്യുമെന്ന ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ ഭീഷണിക്ക് മറുപടിയുമായി രംഗത്തെത്തിയ സുധാകരൻ ഒരു സ്വതന്ത്രനെ നേരിടാൻ എന്തിനാണ് ഇത്ര വലിയ കോലാഹലമെന്നും പരിഹസിച്ചു. പാർട്ടിയുടെ ശക്തിപ്രകടനത്തിൽ അംഗങ്ങൾ പോലും കുറവാണെന്നും ജി സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. സായികുമാറുണ്ട്. സായികുമാർ, ഇന്നലെ വലിയ പ്രകടനമാണ് CPM നടത്തിയത്. ആ പ്രകടനത്തെ ഇപ്പോൾ ജി സുധാകരൻ തള്ളിപ്പറയുകയാണ്. ജി സുധാകരൻ ഇന്നലെ നാസർ നടത്തിയ പ്രസംഗത്തെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, വലിയ വിമർശനവും പരിഹാസവും ജി സുധാകരൻ ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം നടത്തിയ പ്രകടനം, അതിനുശേഷം നടന്ന പൊതുയോഗം, അതിലൊക്കെ തനിക്കെതിരെ അക്രമാസക്തമായ ഭീഷണിയാണ് മുഴങ്ങിക്കേട്ടത്. അതിൽ രാഷ്ട്രീയവും പ്രസംഗത്തിലുടനീളം വ്യക്തമാക്കി ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞത് കാണിച്ചു തരും പോലെയുള്ള ഭീഷണി പദങ്ങളാണ് ഉപയോഗിച്ചത്. നാസർ മാത്രമല്ല, അവിടെ സംസാരിച്ച ഓരോ ആളുകൾ പറഞ്ഞ കാര്യവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരൻ പറയുന്നത്. അതോടൊപ്പം സംഘാടകരുടെ പറഞ്ഞത് പ്രകാരം 2000 പേർ വരെ പങ്കെടുത്തു എന്നൊക്കെയാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ 1200 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 5000 പേർ പങ്കെടുക്കുമെന്നൊക്കെ നോട്ടീസിൽ പറയുന്നുണ്ടായിരുന്നു. കുറെ അധികം പാർട്ടി മെമ്പർമാരൊക്കെയുള്ള ഒരു സ്ഥലമായിട്ട് പോലും പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കാൻ പോലും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പരിഹാസം കൂടി സുധാകരൻ പറയുന്നുണ്ട്. ഒരു സ്വതന്ത്രനായ തന്നെ നേരിടാൻ ഇത്ര വലിയ കോലാഹലം ആവശ്യമുണ്ടോ എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. അതോടൊപ്പം ജില്ലാ സെക്രട്ടറി നാസർ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യം KSUക്കാരനായിരുന്നു. ഡിഗ്രിക്ക് വന്നപ്പോഴാണ് അദ്ദേഹം SFI ആയത്. പിന്നീടാണ് അദ്ദേഹം പാർട്ടി മെമ്പർ ആയത്. SFIയിലെ പാർട്ടി മെമ്പർമാരുടെ യോഗം വിളിക്കുന്നത് സെക്രട്ടേറിയറ്റ് ചാർജുകാരനായ താനായിരുന്നു. അങ്ങനെ തനിക്ക് കീഴിൽ രാഷ്ട്രീയം പഠിച്ച നാസറാണ് തന്നെ വിമർശിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്നത് എന്ന് കൂടി സുധാകരൻ പറയുന്നുണ്ട്. താങ്ക് യു. സായികുമാറാണ് വിവരങ്ങൾ നൽകിയത്.